Good afternoon all. Good afternoon. Arulle. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. കഴിഞ്ഞ ദിവസം ഫാർമസി എന്നുള്ള ചാപ്റ്റർ ഒന്നും കൂടി റിവൈസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നില്ലേ ക്ലാസ്സില്? പറഞ്ഞിരുന്നു. ഓക്കെ, നമുക്ക് ഫാർമസി എന്നുള്ള ചാപ്റ്റർ മിസ് എല്ലാ ഭാഗങ്ങളും എടുക്കുന്നില്ല, ഫാർമസിയിൽ പറഞ്ഞിരുന്നില്ല. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് പ്രീവിയസ് ആയിട്ടുള്ള ഇയറുകളില് പ്രീവിയസ് വർഷങ്ങളില് ചോദ്യങ്ങൾ കണ്ടിരിക്കുന്ന ഭാഗങ്ങൾ മിസ് ആ ഭാഗങ്ങൾ മാത്രം മിസ് അടയാളപ്പെടുത്തി തരാം, എന്നിട്ട് അതൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഫാർമസി എന്നുള്ള ചാപ്റ്ററും പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് ഇല്ലേ ആ ചാപ്റ്ററും ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മിസ് അടയാളപ്പെടുത്തി തരാം. അപ്പൊ ആ ഭാഗങ്ങൾ മാത്രം നിങ്ങൾക്ക് നോക്കിയാൽ മതി. മിസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കി കാണിട്ടാണ് നിങ്ങൾക്ക് പറയുന്നത്. അപ്പൊ ആ ഭാഗങ്ങളും നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ആ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്യാൻ പറ്റും. പറഞ്ഞോട്ടെ മിസ്, പ്രിന്റ് ഉണ്ടോ? കയ്യിലുണ്ടോ എല്ലാവരുടെയും? ഉണ്ടോ? ഓക്കെ. ഇൻഫ്രാസ്ട്രക്ചർ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഒബ്ജക്റ്റീവ്സ് അതിലൊന്നുമില്ല, ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടിട്ടില്ല അതിനൊന്നും. പിന്നെ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലേ സെക്കൻഡ് പേജില്, അടിസ്ഥാന സൗകര്യങ്ങൾ, ഒരു ഫാർമസിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അത് നോക്കണം. അതിന് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. എന്താണ് ഫാർമസി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രണ്ടാമത്തെ ഫസ്റ്റ് ഫ്ലോറിലോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലോ ആണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ എന്താണ് ഫാർമസിയില് ഹോസ്പിറ്റൽ ഫാർമസിയുടെ അപ്പിയറൻസ് എന്തായിരിക്കും? ഒരു ഗ്രാൻഡ് അപ്പിയറൻസ് ആയിരിക്കും അല്ലെ? പുറമേ നിന്ന് നോക്കിയാൽ ആളുകളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗ്രാൻഡ് അപ്പിയറൻസ് ആയിരിക്കും. പിന്നെ എന്താണ് ഇവിടെ ആളുകൾക്ക് മെഡിസിന് വെയിറ്റ് ചെയ്യാനുള്ള ഏരിയാസ് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് OPD വെയിറ്റിനും, അതായത് ഫാർമസിയിലെ വെയിറ്റിംഗ് ഏരിയ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഫാർമസിയിലെ വെയിറ്റിംഗ് റൂം എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ലുക്ക് ആയിരിക്കും. അവിടെ എന്താണ് എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സ് അതല്ലെങ്കിൽ ഹെൽത്തുമായി റിലേറ്റഡ് മാഗസീൻസുകൾ അല്ലെങ്കിൽ ലിറ്ററേച്ചർ ഒക്കെ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താണ് സ്റ്റോക്ക് സൊല്യൂഷന്, പൗഡർ, ഓയിന്റ്മെന്റ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിനായിട്ടുള്ള സ്യൂട്ടബിൾ സ്പേസ് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് ചീഫിന്, ഫാർമസിസ്റ്റ് ചീഫിന് ഉള്ള ഒരു ഓഫീസ് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് ലേബൽ ചെയ്യാനും അവിടെ നിന്ന് ലഭ്യമാക്കുന്ന മെഡിസിനുകൾ ലേബൽ ചെയ്യാനും പിന്നെ എന്താണ് പാക്കേജ് ചെയ്യാനുമുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് വാക്സിനേഷനുകൾ അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള കോൾഡ് സ്റ്റോറേജ് ഏരിയയില് തണുപ്പിച്ച് സൂക്ഷിക്കേണ്ട മെഡിസിൻസുകൾ സൂക്ഷിക്കുന്നതിനായിട്ട് കോൾഡ് സ്റ്റോറേജ് ഏരിയ, ഇൻസുലിനില് അങ്ങനെയുള്ള മരുന്നുകൾ എന്താണ് തണുപ്പിച്ച് വേണം അല്ലെ, റെഫ്രിജറേറ്ററിലൊക്കെ ആയിരിക്കണം സൂക്ഷിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കോൾഡ് സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കും. റിസർച്ച് വിങ്ങൾ അല്ലെ, എന്താണ് മെഡിസിനെ കുറിച്ച് ഗവേഷണം ചെയ്യുന്ന ഒരു റിസർച്ച് വിങ്ങുകൾ ഉണ്ടായിരിക്കും. പിന്നെ ഫാർമസിയിലെ മരുന്നുകൾ, അതിലേക്ക് വേണ്ട ഓയിന്റ്മെന്റ്സുകൾ അങ്ങനെയുള്ള റിയേജൻസുകളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോർ റൂം ഉണ്ടായിരിക്കും. പിന്നെ ലൈബ്രറി ഉണ്ടായിരിക്കും.
പിന്നെ എന്താണ് റേഡിയോ ഐസോട്ടോപ്പുകൾ, അതല്ലെങ്കിൽ അതൊക്കെ സ്റ്റോർ ചെയ്യാനും വിതരണം ചെയ്യാനുള്ള ഏരിയാസ്. എന്താണ് അതിൽ നിന്ന് റേഡിയേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലെ ആളുകൾക്ക്. അപ്പൊ അതൊന്നും ഇല്ലാണ്ട് എന്താണ് അത് സ്റ്റോറേജ് ചെയ്യാനും ഡിസ്പെൻസ് ചെയ്യാനുള്ള ഏരിയാസ് ഉണ്ടായിരിക്കണം. സ്റ്റോർ റൂം, ഫാർമസി സ്റ്റോർ റൂം എന്ന് പറഞ്ഞാല് ഫാർമസിയിലെ മെഡിസിനുകളൊക്കെ സ്റ്റോർ ചെയ്യണ്ടേ. അവര് എന്താണ് അവര് വാങ്ങുന്ന എല്ലാ മെഡിസിനുകളും അവർ ഫാർമസിയിൽ വെക്കോ? സ്റ്റോക്ക് ചെയ്യുന്ന എല്ലാ മെഡിസിനുകളും ഫാർമസിയിൽ വെക്കോ? ഇല്ല. അല്ല, അവരെന്ത് ചെയ്യും? കുറച്ച് മെഡിസിൻ മാത്രമാണ് ഫാർമസിയിൽ വെച്ച് കാണിട്ട് അത് ഡിസ്പെൻസ് ചെയ്യുന്നത്, വിതരണം ചെയ്യുന്നത്. ബാക്കി വരുന്ന മെഡിസിനുകളൊക്കെ എന്ത് ചെയ്യും? സ്റ്റോർ റൂമിൽ സൂക്ഷിക്കും. എന്താണ് ഇവിടെ നിന്ന് ആ മെഡിസിൻ തീരുന്നതനുസരിച്ച് അവർ വീണ്ടും അത് സ്റ്റോക്ക് കയറ്റാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇൻഫ്രാസ്ട്രക്ചറിന് ക്വസ്റ്റ്യൻ വരാട്ടാ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തിട്ട് ഇൻഫ്രാസ്ട്രക്ചറിൽ സെക്കൻഡ് പോയിന്റും 10th പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കേട്ടാ, കൂടുതൽ ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് എക്യുപ്മെന്റ്സുകൾ, ഫാർമസിയിലെ ഉപകരണങ്ങൾ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ ഉപകരണങ്ങളാണ് ഫാർമസിയിലുള്ളത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ്? പ്രിസ്ക്രിപ്ഷൻ കേസുകൾ, സെക്കൻഡും 10th റേഡിയോ ഐസോട്ടോപ്പുകൾ. എന്താണ് എക്യുപ്മെന്റ്സുകൾ, ഏതൊക്കെ ഉപകരണങ്ങളാണ് ഫാർമസിയിലുള്ള? ഇതാണ് പ്രിസ്ക്രിപ്ഷൻ കേസിലെ ഡോക്ടർമാര് എന്താണ് രോഗികൾക്ക് മരുന്ന് എഴുതി കൊടുക്കുന്നുള്ള പ്രിസ്ക്രിപ്ഷൻ കേസുകൾ. ഡ്രഗ് സ്റ്റോക്ക് കബോർഡുകൾ അല്ലെ, കബോർഡുകൾ, ഡ്രോയേഴ്സ്, ഷെൽഫുകൾ, എന്താണ് മെഡിസിൻസ് സ്റ്റോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. പിന്നെ എന്താണ് സെക്ഷണൽ ക്യാബിനറ്റ്, എന്താണ് ഇങ്ങനെ വലിപ്പങ്ങളുള്ള ക്യാബിനറ്റുകൾ. പിന്നെ എന്താണ് വർക്ക് ടേബിൾ ആൻഡ് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടാവില്ല. നിങ്ങൾക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉണ്ടാവുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമുക്ക് 4 ഓപ്ഷൻ തരും. അതിലെ ശരിയായത് മാത്രം ടിക്ക് ചെയ്യാൻ മാത്രം ഉണ്ടാവുള്ളൂ കേട്ടാ. ടെൻഷൻ അടിക്കേണ്ട. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ഉണ്ടാവുള്ളൂ. ഈ PDF-നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് എക്സാം ബോർഡിൽ നിന്ന് ഇട്ട് കണ്ടിട്ടുള്ളൂ. സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്, എന്താണ് നമ്മുടെ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് കൈ എഴുതുന്നതിന് എന്തെങ്കിലും കഴുകുന്നതിന് വേണ്ടിയിട്ട് സിങ്ക് ഉണ്ടായിരിക്കും. ക്യാബിനറ്റ് ടു സ്റ്റോർ മോട്ടർ ആൻഡ് ടെസ്റ്റൽസ്, എന്താണ് മരുന്നുകള്, ഗുളികകള് നേരിട്ട് കഴിക്കാൻ പറ്റാത്ത പേഷ്യൻസിന് എന്താണ് അത് പൊടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ചതക്കുന്ന ഇതില്ലേ കണ്ടിട്ടുണ്ടോ? അത് കിച്ചണിലൊക്കെ ഉണ്ടാവും, മിക്കോരോ കിച്ചണില് ഉള്ളിയൊക്കെ ചതക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ടിട്ടുണ്ടോ? അങ്ങനെ മെഡിസിൻസ് പൊടിക്കാനുള്ള മോട്ടർ ആൻഡ് ടെസ്റ്റൽസ് ഉണ്ടായിരിക്കും. കബോർഡ് ഓഫ് ഗ്ലാസ് യൂട്ടൻസിൽസ്, ഫ്ലാസ്ക് ആൻഡ് ബീക്കർ, എന്താണ് ബീക്കറുകൾ, ഫണലുകൾ, ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതായ ബീക്കറുകളും ഫണലുകളൊക്കെ സൂക്ഷിക്കുന്നതിനുള്ള കബോർഡ്, സെപ്പറേറ്റ് കബോർഡുകൾ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് വാക്സിനേഷൻ, അങ്ങനെയുള്ള കോൾഡ് സ്റ്റോറേജില് കോൾഡ് ചെയ്ത് സൂക്ഷിക്കുന്ന, തണുപ്പിച്ച് സൂക്ഷിക്കേണ്ട മരുന്നുകൾ സൂക്ഷിക്കുന്നതിനായി റെഫ്രിജറേറ്റർ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് നാർക്കോട്ടിക്സ് ഡ്രഗ്സുകളില് എന്താണ് നമ്മുടെ സെഡേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ പെയിൻ റിലീഫിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന നാർക്കോട്ടിക്സുകൾ എന്താണ് സേഫ് ആയിട്ട് ലോക്ക്ഡ് ആയുള്ള ഡ്രോയേഴ്സിൽ സൂക്ഷിക്കുന്നു. പിന്നെ എന്താണ് ആവശ്യത്തിന് ടെലിഫോൺ കണക്ഷൻ ഉള്ള ഓഫീസ് ഡെസ്ക് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് നഴ്സുമാർക്ക് മെഡിസിനുകൾ പേഷ്യൻസിന് ഔട്ട് പേഷ്യന്റിന് കൊടുക്കുന്നതിനുള്ള ഡിസ്പെൻസിങ് വിൻഡോ ഉണ്ടായിരിക്കും. അടയാളപ്പെടുത്തിയോ? പിന്നെ ബെഡ് സ്ട്രെങ്ത് ആൻഡ് നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ്, എന്താണ് ഒരു ബെഡ് സ്ട്രെങ്ത്തിന്റെ ഹോസ്പിറ്റലിന്റെ ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലേ എത്ര ഫാർമസിസ്റ്റുകൾ വേണമെന്ന് തീരുമാനിക്കുന്നത്. ആണോ? ആണ്. അപ്പൊ
അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. എന്താണ് അപ് ടു 200 ബെഡ്സ് ആണെങ്കിൽ എത്ര ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കും? ആ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഈ ടേബിൾ നോക്കണേ. പിന്നെ ഈ ഫ്ലോ ചാർട്ട്, ഹെഡ് ഓഫ് ദി ഫാർമസിസ്റ്റ് ആരാണ്? ഡയറക്ടർ ആണോ? ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. ആദ്യമാണ് ഹെഡ്, ഡയറക്ടർ ആണ്. ഡയറക്ടറിന്റെ കീഴിൽ ആരാണ്? ഒരു ചീഫ് ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കും, സൂപ്രണ്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസ്. എക്യുപ്മെന്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ എക്യുപ്മെന്റ്സുകളാണ് ഫാർമസിയിൽ വരുന്നത് അത് ചോദിക്കാം. എന്നിട്ട് ഇങ്ങനെ ലിസ്റ്റ് തരാം. ഇന്ന ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതാണ് എക്സാമിന്, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വായിക്കുമ്പോ തന്നെ മനസ്സിലാവില്ലേ എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ് ഉള്ളതെന്ന് ഫാർമസിയില്. നെക്സ്റ്റ് ചീഫ് ഫാർമസിസ്റ്റ്. ചീഫ് ഫാർമസിസ്റ്റ് അതിന്റെ കീഴിൽ ആരാണ്? ഫാർമസിസ്റ്റ് ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ട്? ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റില് ഡ്രഗുകള് വിതരണം ചെയ്യുന്നതിന്. പിന്നെ എന്താണ്? മെഡിക്കൽ സ്റ്റോറിൽ ഒരു ഫാർമസിസ്റ്റ് ഉണ്ടാവും. പിന്നെ ഡിസ്പെൻസിങ്ങിന് വേണ്ടിയിട്ട് 2 ഫാർമസിസ്റ്റ് ഉണ്ടാവും. പിന്നെ എന്താണ്? മെഡിസിൻസിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതാണ് ഇതിക്ക് മുമ്പ് ട്ടാ. ആരാണ്? മെഡിക്കൽ സൂപ്രണ്ട്, ആളായിരിക്കും ചെയർമാൻ. നെക്സ്റ്റ് എന്താണ്? എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ഹെഡുകള് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കും. പിന്നെ നഴ്സിംഗ് സൂപ്രണ്ട് ഉണ്ടായിരിക്കും. പിന്നെ ചീഫ് ഫാർമസിസ്റ്റ് അതിലെ മെമ്പർ സെക്രട്ടറി ആയിരിക്കും. ക്ലിയർ ആയോ? ചെയർമാൻ ആരാണ്? മെഡിക്കൽ സൂപ്രണ്ട്. സെക്രട്ടറി ആരാണ്? ചീഫ് ഫാർമസിസ്റ്റ്. നെക്സ്റ്റ് വരുന്നത് ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലേ? അതിൽ ഫസ്റ്റത്തില്ലേ A hospital must have a clear hospital formulary. Formulary എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രഗ് ലിസ്റ്റ് അല്ലേ? മറന്നുപോയി അതൊക്കെ. ഡ്രഗ് ലിസ്റ്റ് that may contain 250 or 300 ഡ്രഗ്സുകൾ. എന്താണ്? ഹോസ്പിറ്റലിലെ ഒരു ഫോർമുലറി, ഹോസ്പിറ്റൽ ഫോർമുലറി ഡ്രഗ് ലിസ്റ്റില് 250 മുതൽ 300 ഡ്രഗ്സുകളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ചോദിക്കാം, ഒരു ഹോസ്പിറ്റൽ ഫോർമുലറിയില് എത്ര മെഡിസിനുകളുടെ ഡ്രഗ്സുകളുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും? ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ച് കണ്ടേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നോട്ട് ചെയ്തോ? നെക്സ്റ്റ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നാണ് ഹോസ്പിറ്റലിലെ ഫാർമസിയിലെ കളവ് അല്ലെ, കളവുകളും പിന്നെ എന്താണ് ഓവർ സ്റ്റോക്കിങ് ഒക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. They should be followed to thwart and overstocking or theft. അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, എന്താണ് ചോദിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ. എന്താണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി? പിന്നെ EOQ സ്റ്റാൻഡ്സ് ഫോർ അല്ലെങ്കിൽ EOQ എക്സ്പാൻഡഡ് ഫോം എന്ന് പറഞ്ഞ് ചോദിക്കാട്ടാ. അങ്ങനെയും ചോദിക്കാത്. EOQ സ്റ്റാൻഡ് ഫോർ അല്ലെങ്കിൽ EOQ എക്സ്പാൻഡഡ് ഫ്രം എന്ന് പറഞ്ഞ് ചോദിക്കാം. പിന്നെ റെക്കോർഡ്സുകൾ, ഹോസ്പിറ്റൽ ഫാർമസിയിലെ റെക്കോർഡ്സുകൾ, അതിനെ കുറിച്ച് ചോദിക്കാം ക്വസ്റ്റ്യൻ. ഓക്കെ. സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്സ് ഓഫ് ഡ്രഗ്സ്. ഏതൊക്കെ ഡ്രഗ്സുകൾ അവിടെ സ്റ്റോക്ക് ഉണ്ട്, സ്റ്റോക്കിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഇന്റന്റ് ആൻഡ് റെസീപ്റ്റ് വൾച്ചറുകള്. പിന്നെ ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ടുകൾ, എന്താണ് ഡ്രഗിനെ കുറിച്ച് ഇൻസ്പെക്ഷൻ നടത്തിയാലേ ഏതൊക്കെ മെഡിസിൻസ് ഉണ്ട് അങ്ങനെയുള്ള ഇൻസ്പെക്ഷൻ റിപ്പോർട്ടുകൾ. ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ബിൻ കാർഡ്സുകൾ. ഇൻഡെക്സ് രജിസ്റ്റർ ബിൻ കാർഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്
പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകൾ എന്താണ് അബ്സ്ട്രാക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നതാണ് റെക്കോർഡ്സുകളാണ് ഇൻഡെക്സ് രജിസ്റ്റർ അതുണ്ടായിരിക്കും. എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ എന്താണ് ഓരോ ഡ്രഗ്സുകളും എക്സ്പയറി ഡേറ്റിനെ കുറിച്ച് എഴുതുന്ന എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ. പിന്നെ അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ് എന്ന് വെച്ചാല് ഒരു പേഷ്യൻസിൽ ഒരു മെഡിസിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചിലപ്പോൾ അലർജി അതല്ലെങ്കിൽ റിയാക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള മെഡിസിനുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള മെഡിസിൻസിന്റെ ഡീറ്റെയിൽസ് എഴുതുന്ന അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ്. നെക്സ്റ്റ് സപ്ലയേഴ്സ്, ഒരു ഏതൊക്കെ സപ്ലയേഴ്സ് എത്ര യൂണിറ്റ് വരെ മെഡിസിൻ ആണ് തന്നിരിക്കുന്നത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എഴുതുന്ന ഫയൽസ് ഓഫ് കറസ്പോണ്ടൻസ് വിത്ത് സപ്ലൈസ് ആൻഡ് യൂണിറ്റ്സ് രജിസ്റ്റർ ഉണ്ടായിരിക്കും. പിന്നെ ലെഡ്ജർ അക്കൗണ്ട് ഫോർ റെമിറ്റൻസ് വൗച്ചർ എന്താണ് പണം അയക്കുന്നതിനുള്ള ലെഡ്ജർ അക്കൗണ്ടുകള്. പിന്നെ ഡെനോൺസിയേഷൻ റെക്കോർഡ് ഓഫ് നോൺ കൺസ്യൂമബിൾ ആൻഡ് കൺസ്യൂമബിൾസ് എന്താണ് ചില സപ്ലയേഴ്സ് കൊടുത്തിരിക്കുന്ന മെഡിസിനുകൾ എന്താണ് ക്വാളിറ്റി കുറഞ്ഞതൊക്കെ കണ്ടാൽ എന്താണ് അവര് നല്ല രീതിയിലുള്ള മെഡിസിൻ ആണ് അവർക്ക് കൊടുക്കുന്നത്. ഫാർമസിയില് ക്വാളിറ്റി ചെക്ക് ചെയ്യും, എന്തെങ്കിലും ക്വാളിറ്റി കുറവുള്ളത് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അവര് ദുരാരോപണം ചുമത്തിങ്ങാണ് എന്താണ് നല്ല സപ്ലയേഴ്സ് അല്ല ഗുഡ് സപ്ലയേഴ്സ് അല്ല എന്നും പറഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി സൂക്ഷിക്കും. എന്തിനു വേണ്ടിയിട്ടാ പിന്നീട് അവരിൽ നിന്ന് മെഡിസിൻ വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള സപ്ലയേഴ്സിന്റെ കൺസ്യൂമബിൾസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് എഴുതുന്ന റെക്കോർഡുകള്. ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡുകൾ എന്താണ് ഒരു വർഷത്തേക്ക് അവർക്ക് എത്ര മെഡിസിൻ ആവശ്യമായിട്ട് വരും അങ്ങനെയുള്ള ഇയർലി സ്റ്റോക്ക് സൂചിപ്പിക്കുന്ന റെക്കോർഡ്. ഹോസ്പിറ്റൽ ഫോർമുലറി എന്താണ് ഹോസ്പിറ്റലിലെ ഡ്രഗ് ലിസ്റ്റ്. ആന്റിബയോട്ടിക് പോളിസി എന്താണ് ഒരു ആന്റിബയോട്ടിക് ഒരു ആളുടെ ശരീരത്തിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, എത്ര രീതിയിൽ എത്ര ഡോസേജിൽ കൊടുക്കണം, പിന്നെ എന്താണ് അത് ഏത് അസുഖത്തിനാണ് ആന്റിബയോട്ടിക് മെഡിസിൻ യൂസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ എഴുതുന്ന ആന്റിബയോട്ടിക് പോളിസി റെക്കോർഡുകൾ. ക്ലിയർ ആയോ? ചിലപ്പോ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത് വിച്ച് റെക്കോർഡ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഫാർമസി എന്ന് പറഞ്ഞ് ചോദിക്കാം. റെക്കോർഡിങ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സുകൾ എന്താണ് നാർക്കോട്ടിക് ഡ്രഗ്സുകൾ ഉണ്ട്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകൾ ഉണ്ട്, ഇൻഫ്ലാമബിൾ ഡ്രഗ്സുകൾ ഉണ്ട്, ജനറൽ ഡ്രഗ്സുകൾ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഫിഫോ FIFO ഫിഫോ സ്റ്റാൻഡ്സ് ഫോർ നോക്കാം എന്താണ് ഫിഫോ എന്താണ് ഫിഫോ എന്താണ് മറന്നുപോയാ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെ. എന്താണ് ഫസ്റ്റ് വാങ്ങുന്ന മെഡിസിൻസ് ഫസ്റ്റ് അവിടെ എന്ത് ചെയ്യാ ഔട്ട് ചെയ്യാൻ ഫസ്റ്റ് വിൽക്കുക, ഫസ്റ്റ് കൊടുക്കുക, സെയിൽ ചെയ്യുക അല്ലെ. അല്ലെങ്കിൽ എന്ത് ചെയ്യും അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ, നെക്സ്റ്റ് HIS എന്താണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിനുകള് എന്തിലേക്കാണ് നഴ്സുമാര് ട്രാൻസ്ക്രൈബ് ചെയ്തത് എന്താണ് HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക്. എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക്. HIS stands for Hospital Information System. പിന്നെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും എഴുതുന്നത്, ഇന്റന്റ് ആയിരിക്കും, ഡീറ്റെയിൽസ് ആയിരിക്കും. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ്? പേഷ്യൻസ് ID നമ്പർ, പേഷ്യൻസിന്റെ നമ്പർ ഉണ്ടായിരിക്കും അല്ലെ ഹോസ്പിറ്റലില്. പിന്നെ പേഷ്യന്റ് ബെഡ് നമ്പർ, പിന്നെ പേഷ്യന്റിന്റെ നെയിം, ഡോസ് ആൻഡ് ഡോസേജ് ഫ്രം
റിട്ടൺ ഇൻ പ്രിസ്ക്രിപ്ഷൻ. എന്താണ് പ്രിസ്ക്രിപ്ഷനില് ഡോക്ടർ എഴുതിയിരിക്കുന്ന പ്രിസ്ക്രിപ്ഷനില് എത്ര ഡോസേജില് അവർക്ക് ഉപയോഗിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. സ്റ്റോർ ഇൻ അഡ്വാൻസ് മെഡിസിൻ ഇൻ പേഷ്യൻസ് ഇൻ ക്യാബിനറ്റ്. എന്താണ് പേഷ്യന്റിന്റെ ക്യാബിനറ്റിൽ എന്തെങ്കിലും മെഡിസിനുകൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അഡ്വാൻസ് ആയിട്ട് ഏതെങ്കിലും മെഡിസിൻ സ്റ്റോർ സൂക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്. പിന്നെ ലാസ്റ്റ് ഇന്ത്യൻ റിസീവ് പേപ്പർ. എന്താണ് ലാസ്റ്റ് ആ ഡീറ്റെയിൽസ് ഒക്കെ ഇതിന്റെ കോപ്പി എടുത്തിട്ട് അതെന്ത് ചെയ്യും അവര് മെഡിക്കൽ റെക്കോർഡുകളിൽ സൂക്ഷിക്കുന്നു. പിന്നെ പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസ്. ഫാർമസി സർവീസില് വരുന്ന പ്രോബ്ലംസ് ഇഷ്യൂസ് എന്തൊക്കെയാണ്? ക്യാരിയിങ് കോസ്റ്റ്. എന്താണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മരുന്ന് കൊണ്ടുവരുന്നതിന് കോസ്റ്റ് ഉണ്ട് അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പോലെ ഉണ്ടാവില്ലേ? എന്താ ഉണ്ട്. അതുകൂടാതെ അവരത് സൂക്ഷിക്കുന്നതിന് അവർക്ക് കോസ്റ്റ് വരും അല്ലേ? റെഫ്രിജറേറ്റർ കോൾഡ് സ്റ്റോറേജ് ഏരിയയിൽ സൂക്ഷിക്കുന്ന മെഡിസിൻസ് ഉണ്ടാവും അല്ലെ? അങ്ങനെയുള്ള ക്യാരിയിങ് കോസ്റ്റുകള്. പിന്നെ ഷോർട്ടേജ് കോസ്റ്റ്. എന്താണ് ഇപ്പൊ ഒരു മെഡിസിൻ അവിടെ ഷോർട്ടേജ് വന്നു, ഹോസ്പിറ്റലില് ഷോർട്ടേജ് വന്നാല് ചില സമയത്ത് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആർക്ക് ആ മെഡിസിൻ ആവശ്യമായിട്ട് വന്നാലോ അവര് ചിലപ്പോ ഇരട്ടി പൈസ കൊടുത്ത് ആ മരുന്ന് മേടിക്കേണ്ടി വരും അല്ലേ? ഉണ്ട്. പ്രോബ്ലംസ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ പ്രോബ്ലംസ് ഫാർമസി സർവീസിന്റെ പ്രോബ്ലംസില് പ്രശ്നത്തിൽ പെടാത്തത് ഏതാണെന്നും പറഞ്ഞ് ചോദിക്കാം നിങ്ങൾക്ക്. ഷോർട്ടേജ് കോസ്റ്റ്. പിന്നെ എക്സ്പയറി ഡ്രഗ്സ്. എന്താണ് എക്സ്പയറി കഴിഞ്ഞ ഡ്രഗ്സുകൾ? പിന്നെ അവർക്ക് അത് സൂക്ഷിക്കാൻ പറ്റുമോ? ഇല്ല, അവരെന്ത് ചെയ്യണം? അത് നശിപ്പിച്ച് കളയണം അല്ലെ? അപ്പൊ അവരുടെ പൈസ നഷ്ടം വരെയാണ് അല്ലെ? അതൊക്കെ ഒരു പ്രോബ്ലം അല്ലേ? ഫിനാൻസ് അല്ലെ? ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആണത്. പിന്നെ ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്. എന്താണ് എലികളോ അല്ലെങ്കിൽ മറ്റു കീടങ്ങളോ എന്താണ് മരുന്നുകള് നശിപ്പിക്കുക, ഡിസ്ട്രക്ട് ചെയ്യുക. പിന്നെ പിൽഫറേജ് കളവ് സംഭവിക്കുക, ഏതെങ്കിലും മെഡിസിന് കളവ് സംഭവിക്കുക. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാല് വിപണിയിൽ നിരോധിച്ച മരുന്നുകളാ. അതല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് ആ ഹോസ്പിറ്റലിലെ ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയ മരുന്നുകളൊക്കെയാണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകള്. ക്ലിയർ ആയോ? ഇതൊക്കെ സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതല്ലേ പ്രോബ്ലംസോ അല്ലേ? അത്രേ ഉള്ളൂ ട്ടാ ഫാർമസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ബിൻ കാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ബിൻ കാർഡ്സിന് എക്സാമ്പിള്. കണ്ട ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ്. എന്താണ് ഡേറ്റ്, ക്വാളിറ്റി, എത്ര ക്വാണ്ടിറ്റി അവർ റിസീവ് ചെയ്തിട്ടുണ്ട്, എത്ര ക്വാണ്ടിറ്റി അവര് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ഫാർമസിയിലേക്ക്. ഇപ്പൊ എന്താണ് ഇപ്പൊ നമ്മൾ എടുക്കുന്ന മുഴുവൻ സ്റ്റോക്കും ഫാർമസിയിലേക്ക് ഇഷ്യൂ ചെയ്യില്ല അല്ലെ? അവർ കുറച്ച് സ്റ്റോർ ചെയ്യും അല്ലെ? സ്റ്റോക്ക് ചെയ്യും. അപ്പൊ എത്ര ക്വാണ്ടിറ്റി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, എത്ര ബാലൻസ് ഉണ്ട്, റിമാർക്സുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് എഴുതുക. സ്റ്റോക്ക് പൊസിഷൻ സൂചിപ്പിക്കുന്നതിനാ. ഓക്കെ, എല്ലാവരും ചെയ്തോ? മാർക്ക് ചെയ്തോ? മാർക്ക് ചെയ്ത ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? മിസ്സിന് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ടെർമിനോളജി ആയിരിക്കും എടുക്കുന്നത്. മിസ് ടീച്ചർ എടുത്തതിന്റെ ബാക്കി കുറച്ച് എടുക്കൂട്ട. അപ്പൊ പിന്നെ വീണ്ടും മിസ്സിന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, റിവിഷൻ പോലെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാ ചോദിക്കുന്നത്. എല്ലാവരും മാർക്ക് ചെയ്തില്ലേ? നോട്ട് ചെയ്തില്ലേ മിസ് പറഞ്ഞതൊക്കെ? നമുക്ക് നെക്സ്റ്റ് എടുക്കാം. ബയോമെഡിക്കൽ വേസ്റ്റ് എടുക്കാം. മിസ് പറഞ്ഞുതരാം. റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റർ അത് നിങ്ങൾക്ക് അധികം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഫാർമസിയിലെ
റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്ററിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ജസ്റ്റ് അത് വായിച്ചൊന്ന് മനസ്സിലാക്കാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലേ, ഇത് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഓരോന്നിനെ കുറിച്ച് മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് കേട്ടാ. ബയോമെഡിക്കൽ വേസ്റ്റ് പറഞ്ഞോട്ടെ മിസ്. പ്രിന്റ് എടുത്ത എല്ലാവരും ബയോമെഡിക്കൽ വേസ്റ്റ് കയ്യിലെടുത്തോ? ഓക്കെ, നോക്കിയേ. ഹൂ ഈസ് അറ്റ് റിസ്ക്? ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ട് ആർക്കൊക്കെയാണ് റിസ്ക്, അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത്? അത് ആർക്കൊക്കെയാണെന്ന് ചോദിക്കാം. സിമ്പിൾ ആണല്ലേ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ ടിക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് അല്ലെ, ഡോക്ടർമാർക്ക് നഴ്സുമാർക്ക് പേഷ്യൻസിന് അല്ലെ, ഹോസ്പിറ്റലിൽ ചെല്ലുന്ന പേഷ്യൻസിന് റിസ്ക് ഉണ്ടാവാം. ഹോസ്പിറ്റൽ സപ്പോർട്ടിംഗ് സ്റ്റാഫുകള് എന്താണ്, ലാബുകളില്, എക്സ്റേ സെക്ഷനുകളില്, ECG സെക്ഷനില് അല്ലെങ്കിൽ ക്ലീനിങ്ങിന് അല്ലെ, ഹോസ്പിറ്റലില് സപ്പോർട്ടിങ്ങിനായിട്ട് നിൽക്കുന്ന എല്ലാ സ്റ്റാഫുകൾക്കും റിസ്ക് ഉണ്ടാവാം. പിന്നെ എന്താണ്, സപ്പോർട്ട് സ്റ്റാഫ്, വേസ്റ്റ് കളക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്റ്റാഫ്, എന്താണ് വേസ്റ്റ് കളക്ട് ചെയ്യുന്നതിനോ വേസ്റ്റുകൾ ശേഖരിക്കുന്നതിനോ അതല്ലെങ്കിൽ അത് സംസ്കരിക്കാനോ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് ദൂഷ്യമുണ്ടാവാം. പിന്നെ എന്താണ്, ജനറൽ പബ്ലിക് ആൻഡ് എൻവിയോൺമെന്റ്, നമ്മുടെ പൊതുജനങ്ങൾക്കും എൻവിയോൺമെന്റിനും എന്താണ് അപകട സാധ്യത, റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സിമ്പിൾ അല്ലേ ഇത്? അവിടെ നിന്ന് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് പറഞ്ഞോട്ടെ, അതൊന്ന് ജസ്റ്റ് നിങ്ങൾ ഇമ്പോർട്ടന്റ് എന്ന് കിട്ടാ മതി. ഇനി വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ്? BMW സ്റ്റാൻഡ്സ് ഫോർ എന്ന് ചോദിക്കാം. ഇനി പ്രൈമറി സോഴ്സുകൾ ഏതൊക്കെയാണ്? ബയോമെഡിക്കൽ വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രാഥമിക ഉൽപാദകർ ആരൊക്കെയാണ്? ഹോസ്പിറ്റൽസ്, ആശുപത്രികള്, മെഡിക്കൽ കോളേജുകള്, ബ്ലഡ് ബാങ്കുകള് അല്ലെ, മെറ്റേണിറ്റി ഹോംസുകള്, ഡയാലിസിസ് സെന്റേഴ്സ്, നഴ്സിംഗ് സെന്റേഴ്സ്, റിസർച്ച് ലാബുകള്, പിന്നെ ഇമ്മ്യൂണൈസേഷൻ സെന്റർ, എന്താണ് പ്രതിരോധ കുത്തിവെപ്പുകൾ കൊടുക്കുന്ന കേന്ദ്രങ്ങള്, പിന്നെ പോസ്റ്റ്മോർട്ടം സെന്റർ, ഓട്ടോപ്സി സെന്റേഴ്സ്. ചോദ്യം കണ്ടിട്ടുണ്ട്. പ്രൈമറി സോഴ്സസ് ഒന്നൊക്കെ എഴുതിയേ. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണ്? നമ്മ 8 ബയോമെഡിക്കൽ വേസ്റ്റിനെ 8 തരം തിരിക്കുന്നുണ്ട്. ജനറൽ വേസ്റ്റുകള്, പൊതുമാലിന്യങ്ങള്, പാത്തോളജിക്കൽ ലാബ്, എന്താണ് ബോഡി പാർട്സുകള്, ബോഡി ഹ്യൂമൻ ടിഷ്യൂസ്, പിന്നെന്താണ് ആനിമൽ കാർക്കേസുകള്, ബോഡി പാർട്സുകളൊക്കെ എന്താണ് പാത്തോളജിക്കൽ വേസ്റ്റുകളാണ്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ എന്താണ് റേഡിയോ ഐസോട്ടോപ്പുകൾ അല്ലെ. പിന്നെ കെമിക്കൽസ്, കെമിക്കൽ ലായനികളോ കെമിക്കൽ റീഏജൻസുകളോ അതൊക്കെ എന്താണ് കെമിക്കൽ വേസ്റ്റുകളാണ്. ഇൻഫെക്ഷൻസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷസ് വേസ്റ്റുകൾ എന്താണ് പകർച്ചവ്യാധികൾ മൂലം സാംക്രമിക, എന്താണ് ഇപ്പൊ ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ അല്ലെ. അങ്ങനെയുള്ള ഇൻഫെക്ഷൻ ബാധ സംഭവിച്ചിട്ടുള്ള ഇൻഫെക്ഷസ് വേസ്റ്റുകള്. പിന്നെ ഷാർപ്പായിട്ടുള്ള വേസ്റ്റ് എന്താണ് നീഡിൽസ്, സർജിക്കൽ നൈഫുകള്, സിറിഞ്ചസ് അല്ലെ. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകൾ എന്താണ് എക്സ്പയറി ഡ്രഗ്സുകള്, പിന്നെ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകള്, പിന്നെ എന്താണ് സൈറ്റോടോക്സിക് ഡ്രഗ്സുകളൊക്കെ എന്താണ് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകളാണ്. പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്, എന്താണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്, എന്താണ് ഗ്യാസ് കണ്ടെയ്നർ അല്ലെങ്കിൽ എയറോസോൾ പോലെയുള്ള ദ്രാവകങ്ങളോ അല്ലെങ്കിൽ ഗ്യാസുകളോ
അത് സൂക്ഷിക്കുന്ന കണ്ടെയ്നേഴ്സ്, ലിക്വിഡുകളൊക്കെ സൂക്ഷിക്കുന്ന കണ്ടെയ്നേഴ്സ്. ഇതില് ബയോമെഡിക്കൽ വേസ്റ്റുകളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിക്കാം. നെക്സ്റ്റ് ഈ ടേബിള് ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞ് ചോദിക്കാം. എന്താ ഈ ടേബിള് നിങ്ങൾക്ക് അതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് ചോദിക്കാം. ഷാർപ്പ് വേസ്റ്റുകൾ എന്താണ്? നീഡിൽസ്, ബ്ലേഡ്സ്, ബ്രോക്കൺ ആയിട്ടുള്ള അല്ലെ എന്തെങ്കിലും പാത്രങ്ങൾ, കണ്ടെയ്നേഴ്സ് ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ബ്രോക്കൺ പാർട്സുകൾ. പിന്നെ ഇൻഫെക്ഷസ് വേസ്റ്റുകൾ എന്താണ്? വേസ്റ്റ് കണ്ടാമിനേറ്റഡ് വിത്ത് ബ്ലഡ്, ബ്ലഡ് കൊണ്ട് കണ്ടാമിനേഷൻ, മലിനമായിട്ടുള്ള കോട്ടൺസോ ലിനൻസോ അതല്ലെങ്കിൽ എന്താണ് ബെഡുകളൊക്കെ ഇൻഫെക്ഷസ് വേസ്റ്റുകളാണ്. കൾച്ചേഴ്സ്, ഐസൊലേഷൻ അല്ലെ, പേഷ്യൻസിന് ഐസൊലേഷൻ റൂമിൽ കിടത്തി കഴിഞ്ഞാൽ അവിടെ അടുത്തുള്ള വേസ്റ്റുകൾ എന്താണ്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റുകളാണ് അല്ലേ? ആണോ? അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെയാണ് ഇൻഫെക്ഷസ് വേസ്റ്റുകൾ. പാത്തോളജിക്കൽ വേസ്റ്റുകൾ എന്താണ്? ലാബിലൊക്കെ വരുന്ന വേസ്റ്റുകൾ അല്ലേ? ബോഡി പാർട്സുകൾ, ഹ്യൂമൻ ടിഷ്യൂസ്, അനിമൽ കാർക്കീസസ്. ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകൾ, എക്സ്പയറി ഡ്രഗ്സുകൾ, എക്സ്പയറി വാക്സിനുകൾ, സൈറ്റോടോക്സിക് വേസ്റ്റുകൾ. കെമിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാല് കെമിക്കൽ സോൾവെന്റുകൾ, മെർക്കുറി, ക്ലീനേഴ്സ്, ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ ബാറ്ററീസ്, റേഡിയോ ആക്റ്റീവ് ഐസോട്ട് വേസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ റേഡിയോന്യൂക്ലിയസുകൾ, നമ്മ റേഡിയേഷന് വേണ്ടി അല്ലെങ്കിൽ കീമോക്ക് അല്ലെങ്കിൽ സ്കാനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ. അതിന്ന് ചോദിക്കാട്ടോ. പിന്നെ MOEF stands for MOEF stands for പിന്നെ ടേബിള്, കാറ്റഗറി ടേബിള്. കാറ്റഗറി ടേബിൾ നിങ്ങൾ പഠിച്ചാ നോക്കിയാ? കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടായി കാറ്റഗറി ടേബിൾ നോക്കണമെന്ന്. നോക്കിയിരുന്ന പിന്നെ എന്ത്? ഒന്നുകൂടി പറയാം. കാറ്റഗറി ടേബിൾ അല്ലേ പറയേണ്ടത് നവ്യ? അല്ലേ? വേറെ ഏതാണ്? ഇതിനു മുമ്പത്തെ. ഓക്കെ. ഈ ടേബിള് അത് അടയാളപ്പെടുത്തിയ ബയോളജിക്കൽ റിസ്കും കെമിക്കൽ റിസ്കും അതിൽ ചോദിക്കുക ഇൻഫെക്ഷസ് വേസ്റ്റുകളിൽ പെടാത്തത് ഏതാണ്? ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഇൻഫെക്ഷസ് വേസ്റ്റ്. അങ്ങനെ ചോദിക്കാം. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് പറഞ്ഞത് MOEF stands for Ministry of Environment and Forest. MOEF. ഹോസ്പിറ്റലുകളിലേക്ക് എന്താണ് പ്രോംപ്റ്റ്, എന്താണ് ഒരു ഗൈഡിലല്ലേ നിർദ്ദേശങ്ങള്, എന്താണ് അവിടുത്തെ ബയോമെഡിക്കൽ വേസ്റ്റുകളെ എങ്ങനെ ഡിസ്പോസ് ചെയ്യണം, എങ്ങനെ സംസ്കരിക്കണം എന്നതിനെ കുറിച്ച് മാർഗനിർദ്ദേശങ്ങളെ പുറപ്പെടുവിച്ചത് ആരാണ്? കൊടുത്തതാരാ? MOEF അല്ലെ, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്. MOEF ചോദിക്കാം. നെക്സ്റ്റ് കാറ്റഗറി ടേബിൾ. കാറ്റഗറി ടേബിൾ ഒന്നുകൂടെ പറയാം. കാറ്റഗറി നമ്പർ 1. കാറ്റഗറി നമ്പർ 1 പെടുന്നത് ഏതാ? ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ്. ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ് ആണ് കാറ്റഗറി നമ്പർ 1 പെടുന്നത്. ഏതൊക്കെയാ പെടുന്നത്? ഹ്യൂമൻ ടിഷ്യൂസ്.
പിന്നെ എന്താണ് ഓർഗൻസ്, ബോഡി പാർട്സുകൾ അല്ലെ. എന്താണ് ഹ്യൂമൻ ടിഷ്യൂസ്, ഓർഗൻസുകള്, ബോഡി പാർട്സുകള്. അത് ഏത് കളറാണ്? അപ്പൊ ചോദിക്കാൻ നിങ്ങളടുത്ത് കാറ്റഗറി നമ്പർ 1 ഉൾപ്പെടുന്ന വേസ്റ്റുകള് ഏതൊക്കെയാണ്? നമ്മൾ ഓപ്ഷൻ തരാം കേട്ടാ. അല്ലെങ്കിൽ കാറ്റഗറി നമ്പർ 1 ഏത് ടൈപ്പ് ഓഫ് ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? മിസ്സുമാര് മോക്ക് ടെസ്റ്റ് തരുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ എന്താണ് നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരുന്നില്ലേ? അതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിങ്ങാണ്ടൊക്കെയാണ് ഇടുന്നത്. അപ്പൊ അതൊക്കെ നോക്കാം. കാറ്റഗറി നമ്പർ 1 യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. ഇതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? ഇൻസിനറേഷൻ, എന്താണ് കത്തിച്ച് കളയും അല്ലെ. അതല്ലെങ്കിൽ ഡീപ് ബറിയൽ, എന്താണ് വലിയ കുഴികൾ ഇട്ടുങ്ങാണ്ട് ഇതിട്ട് മൂടും. ഈ ഹ്യൂമൻ ടിഷ്യൂസും ഓർഗൻസ് ഒക്കെ ഇട്ട് മൂടിക്കളയുന്നു. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 2. കാറ്റഗറി നമ്പർ 2 എനിമൽ വേസ്റ്റ് ആണ്. എനിമൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആനിമൽസിന്റെ ടിഷ്യൂസ്. എനിമൽ വേസ്റ്റുകൾ എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വെറ്റിനറി ഹോസ്പിറ്റൽസ് അല്ലെ, അതല്ലെങ്കിൽ വെറ്റിനറി കോളേജുകളില്. പിന്നെ എന്താണ് റിസർച്ച് സെന്റേഴ്സിലൊക്കെ അല്ലെ, ആണോ? അപ്പൊ എന്താണ് എനിമൽസിന്റെ ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സുകള്, കാർക്കീസുകള്, ശവശരീരങ്ങള്, ബ്ലീഡിംഗ് പാർട്സുകള്, ഫ്ലൂയിഡ്, ബ്ലഡ് ആൻഡ് എക്സ്പെരിമെന്റൽ എനിമൽസ് യൂസ്ഡ് ഇൻ റിസർച്ചുകള് ഉപയോഗിക്കുന്ന എനിമൽസിന്റെ ശരീരങ്ങള് എന്തെങ്കിലും വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ വെറ്റിനറി ഹോസ്പിറ്റൽസ് ഓർ കോളേജസ്. വെറ്റിനറി ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ വരുന്ന വേസ്റ്റുകൾ, എനിമൽ വേസ്റ്റുകള്, ഹോസ്പിറ്റൽസ് ഫ്രം ഡിസ്ചാർജസ്, ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ഡിസ്ചാർജസ്, അത് അനിമൽസിന്റെ ഡിസ്ചാർജസ്. അതൊക്കെ എന്തിലാണ്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗില്. ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗിൽ. ഇത് എന്തൊക്കെ എങ്ങനെയാണ് ഇത് ഡിസ്പോസ് ചെയ്യുന്നത്? ഇൻസിനറേഷൻ ഓർ ഡീപ് ബറിയൽ. നമ്പർ കാറ്റഗറി നമ്പർ 1 പ്രൊസീജിയേഴ്സ് തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നതാണ്. ഇൻസിനറേഷൻ ചെയ്യുന്നു, കത്തിച്ച് കളയുന്നു, അതല്ലെങ്കിൽ എന്താണ് വലിയ കുഴികൾ കുത്തിങ്ങാണിട്ട് മൂടുന്നു. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 3. കാറ്റഗറി നമ്പർ 3 ഏത് തരം വേസ്റ്റുകളാണ്? മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റുകൾ. ഇത് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ വേസ്റ്റുകള്? ലാബുകളിലെ ലാബുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളാണ് ബയോടെക്നോളജി ഓർ മൈക്രോബയോളജി വേസ്റ്റുകൾ. ഇത് ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? യെല്ലോ പ്ലാസ്റ്റിക് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗിൽ. ഒന്നില്ലെങ്കിൽ യെല്ലോ കളർ ബാഗിൽ അല്ലെങ്കിൽ റെഡ് കളർ പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. ഇതെങ്ങനെയൊക്കെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? ലോക്കൽ ഓട്ടോക്ലേവിംഗ് എന്ന് വെച്ചാല് സ്റ്റീം സ്റ്റെറിലൈസ് ചെയ്യാലെ, ഉയർന്ന നീരാവി ഉപയോഗിച്ചിങ്ങാണിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്നു. അതല്ലെങ്കിൽ മൈക്രോവേവിംഗ് ഇൻസിനറേഷൻ വഴി നശിപ്പിച്ച് കത്തിച്ച് കളയുന്നു. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 4. കാറ്റഗറി നമ്പർ 4 വേസ്റ്റ് ഷാർപ്പുകളാണ്. ഷാർപ്പായിട്ടുള്ള വേസ്റ്റുകൾ എന്താണ്? നീഡിൽസ്, സിറിഞ്ചസ്, സ്കാൽപ്പൽസ്, അതായത് സർജിക്കൽ നൈഫുകള്, ബ്ലേഡ്സുകള്, പിന്നെ ഗ്ലാസുകള്, പിന്നെ എന്താണ് ബ്രോക്കൺ ആയിട്ടുള്ള അല്ലെ, ഇപ്പൊ കണ്ടെയ്നേഴ്സ്, ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച സാധനങ്ങൾ എന്തെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ അല്ലെ, ടെസ്റ്റ് ട്യൂബുകള്, അതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഷാർപ്പായിട്ടുള്ള വേസ്റ്റുകളാണ് അല്ലെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആണോ? ആണ്. അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റുകള്. അപ്പൊ ഇത് എന്ത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? ബ്ലൂ ഓർ വൈറ്റ് ട്രാൻസ്ലസന്റ് പഞ്ചർ പ്രൂഫ് കണ്ടെയ്നർ. പഞ്ചർ ആകാത്ത അല്ലെങ്കിൽ നമ്മ ഈ പ്ലാസ്റ്റിക് ബാഗിലൊക്കെ കത്തിയിട്ടാൽ എന്ത് വെച്ചും കീറിപ്പോവില്ലേ? സൂചി ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ എന്താ കീറിപ്പോവും. അത് ആണോ? കീറിപ്പോവും. അങ്ങനെ പൊട്ടിപ്പോവും. അങ്ങനെ പൊട്ടിപ്പോവാതെ കീറിപ്പോവാതെയുള്ള പഞ്ചർ പ്രൂഫ് ആയിട്ടുള്ള ബ്ലൂ ഓർ വൈറ്റ് ട്രാൻസ്ലസന്റ് കണ്ടെയ്നേഴ്സിലാണ് സൂക്ഷിക്കുന്നത്.
ഇതെന്ത് ചെയ്യും? ഡിസ്ഇൻഫെക്ഷൻ ചെയ്യും. എങ്ങനെയാ? കെമിക്കൽ ട്രീറ്റ്മെന്റുകളിലൂടെ. എന്താണ്? എന്തെങ്കിലും കെമിക്കൽ ലിക്വിഡ്സുകളോ കെമിക്കൽ റിയേജൻസ് ഒക്കെ യൂസ് ചെയ്ത് കാണിട്ട്, അതല്ലെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസ് ചെയ്യില്ലേ, നീരാവി ഉപയോഗിച്ച് കാണിട്ട് സ്റ്റീം സ്റ്റെറിലൈസ് ചെയ്യും. അതല്ലെങ്കിൽ മൈക്രോവേവിംഗ് എന്ന് പറഞ്ഞാൽ ഉയർന്ന ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കാണിട്ട് ഡിസ്ഇൻഫെക്ട് ചെയ്യുന്ന പ്രക്രിയ അല്ലെ, പ്രോസസ് ആണ്. അതല്ലെങ്കിൽ മൾട്ടിലേഷൻ ഓഫ് ഷ്രെഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ നീഡിൽസിനെ പല കഷ്ണങ്ങളാക്കി മാറ്റുക, ഒന്നിൽ കൂടുതൽ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ട് അത് ഡിസ്ഇൻഫെക്ട് ചെയ്യുക. ക്ലിയർ ആയോ? ഇതൊക്കെ മിസ് എടുത്തിട്ടുള്ളല്ലേ? മിസ് ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ നിങ്ങൾക്ക് ഒന്നുകൂടെ. പിന്നെ കാറ്റഗറി നമ്പർ 5 ഡിസ്കാർഡഡ് മെഡിസിൻ ആൻഡ് സൈറ്റോടോക്സിക് മെഡിസിൻസ്. എന്താണ് ഡിസ്കാർഡഡ് മെഡിസിൻ? അതല്ലെങ്കിൽ സൈറ്റോടോക്സിക് മെഡിസിൻ ഒക്കെ ഡ്രഗ്സുകളൊക്കെയാണ് കാറ്റഗറി നമ്പർ 5 എന്താണ്? വിപണിയിൽ നിരസിച്ച മരുന്നുകളൊക്കെയാണ്, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ഡിസ്കാർഡഡ് മെഡിസിൻസ്. സൈറ്റോടോക്സിക് മെഡിസിൻസ് ഡ്രഗ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽസിന് ഡാമേജ് വരുത്തുന്ന മെഡിസിനുകള്. അതൊക്കെ ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? ബ്ലാക്ക് പ്ലാസ്റ്റിക് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗില്, ബ്ലാക്ക് കളറിലോ അല്ലെങ്കിൽ റെഡ് കളറിലോ പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. ഇതെങ്ങനെയാണ്? ഇൻസിനറേഷൻ ചെയ്യും, കത്തിച്ചു കളയും. അതല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ആൻഡ് ഡ്രഗ്സ് ഡിസ്പോസൽ ഇൻസെക്ട്. ഈ ഡിസ്ട്രക്ഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ മരുന്നുകൾ പൊടിക്കൂലേ, മെഡിസിനുകൾ, ഗുളികകൾ പൊടിച്ചിട്ട് ആ പൊടികൾ എന്താണ് ലാൻഡ് ഫിൽ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യും. എന്താണ്? ആളുകളുടെ പ്രദേശങ്ങളിൽ കൊണ്ട് കാണിട്ട് സ്ഥലങ്ങൾ നികത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യും. അല്ലെങ്കിൽ സാനിറ്ററി ലാൻഡ് ഫില്ലുകൾ, എന്താണ് വലിയ കുഴികൾ കുത്തി കാണിട്ട് എന്താണ് ലെയർ വേസ്റ്റ് ഈ പൊടിയിട്ട്, പിന്നെ അതല്ലെങ്കിൽ എന്താണ് കുറച്ച് മണ്ണിട്ട് കാണിട്ട് അങ്ങനെ എന്താണ് അന്തരീക്ഷത്തിന് ഹാനികരമാവാത്ത രീതിയിൽ ലെയർ വേസ് ആയിട്ട് എന്ത് ചെയ്യും? ലാൻഡ് ഫിൽ ചെയ്യും. ക്ലിയർ ആയോ? കാറ്റഗറി നമ്പർ 6 സോയിൽഡ് വേസ്റ്റുകൾ എന്താണ്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ അല്ലെ, ബോഡിലി ഫ്ലൂയിഡ്സ് കൊണ്ട് ഇൻഫെക്ഷൻ വന്നിട്ടുള്ള വേസ്റ്റുകളൊക്കെയാണ് സോയിൽഡ് വേസ്റ്റുകൾ. അതെന്തൊക്കെയാണ്? കോട്ടൺസ്, ബാൻഡേജ് അല്ലെങ്കിൽ ബ്ലഡ് ആയ ബെഡുകൾ, ബെഡ്ഷീറ്റുകൾ അല്ലെ, ലിനൻസ്, അതൊക്കെയാണ് സോയിൽഡ് വേസ്റ്റുകൾ. ഇത് ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? യെല്ലോ ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. ഇതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? ഇൻസിനറേഷൻ, കത്തിച്ചു കളയും. അതല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ് മെത്തേഡ്, എന്താണ് ഉയർന്ന നീരാവി പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്ത് കാണിട്ട് സ്റ്റെറിലൈസ് ചെയ്യും. അതല്ലെങ്കിൽ എന്താണ് മൈക്രോവേവിംഗ് മെത്തേഡിലൂടെ അല്ലെ, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കാണിട്ട് ഡിസ്ഇൻഫെക്ട് ചെയ്യുക. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 7 സോളിഡ് വേസ്റ്റുകൾ, ഖരരൂപത്തിലുള്ള വേസ്റ്റുകൾ. ഇതെന്തൊക്കെയാണ്? കത്തീറ്റേഴ്സിന് ഉപയോഗിക്കുന്ന അല്ലെ, കത്തീറ്ററൈസേഷൻ, യൂറിനൽ കത്തീറ്ററൈസേഷൻ അങ്ങനെയൊക്കെയുള്ള കത്തീറ്ററൈസേഷൻ ഉപയോഗിക്കുന്ന ട്യൂബുകൾ, നേരത്തെ ട്യൂബുകൾ. അതല്ലെങ്കിൽ നമുക്ക് ട്രിപ്പ് ഇടുന്നതിന് വേണ്ടിയിട്ടൊക്കെ ട്യൂബ് ഉപയോഗിക്കില്ലേ, അങ്ങനെയുള്ള ട്യൂബുകളൊക്കെയാണ്. ഇത് എങ്ങനെയുള്ള ബാഗിലാണ് സൂക്ഷിക്കുന്നത്? ഏത് കളർ ബാഗിലാണ്? റെഡ് പ്ലാസ്റ്റിക് ബാഗില്. ഇത് എന്ത് ചെയ്യും? കെമിക്കൽ ട്രീറ്റ്മെന്റുകളുണ്ട്. എന്താണെങ്കിൽ കെമിക്കൽ ലൈനിങ്സോ അല്ലെങ്കിൽ റിയേജൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഡിസ്ഇൻഫെക്ട് ചെയ്യും. അതല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ്, അതല്ലെങ്കിൽ മൈക്രോവേവിംഗ് മെത്തേഡിലൂടെ, അതല്ലെങ്കിൽ മൾട്ടിലേഷനോ ഷ്രെഡിങ് ചെയ്ത് കാണിട്ട് ഡിസ്പോസ് ചെയ്യുന്നു. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 8 ലിക്വിഡ് വേസ്റ്റുകൾ. എന്താണ്? നമ്മുടെ ക്ലീനിങ് പർപ്പസിന്റെ ഭാഗമായിട്ട്, അതല്ലെങ്കിൽ വാഷിങ്ങിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലാബുകളിൽ ടെസ്റ്റിങ്ങിന് എടുക്കുന്ന ലിക്വിഡുകളൊക്കെ ഉണ്ട് അല്ലേ, അതൊക്കെയാണ് ലിക്വിഡ് വേസ്റ്റുകൾ. അത് കണ്ടെയ്നേഴ്സിൽ, ബാഗ്സിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതെന്താണ്? അത് ഡിസ്ഇൻഫെക്ട് ചെയ്തിട്ടാണ് നശീകരണം നടത്തിങ്ങാണ്ട് അതെന്ത് ചെയ്യും? ഡ്രെയിൻസിൽ അല്ലെ, അഴുക്ക് ചാലിലോ അതല്ലെങ്കിൽ വലിയ ടാങ്കിലൊക്കെ ഒഴുക്കി കളയും. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 9. കാറ്റഗറി നമ്പറിൽ ഏതാണ്? കത്തിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ചാരങ്ങള്, ഇൻസിനറേഷൻ ആഷ്,
അത് ബ്ലാക്ക് കളർ പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. അതെന്താണ്? മുനിസിപ്പൽ ലാൻഡ് ഫില്ലുകൾ അല്ലെ, ആളൊഴിഞ്ഞ പ്രദേശങ്ങള് ലാൻഡ് ഫിൽ ചെയ്യുന്നതിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കെമിക്കൽ വേസ്റ്റുകൾ എന്താണ്? നമ്മുടെ ബയോളജിക്കൽ പ്രോഡക്ട്സിന്റെ ഭാഗം എന്താണ്? നമുക്ക് ഡയഗ്നോസിസ് ചെയ്യുക അല്ലെ, അതല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കെമിക്കൽ വേസ്റ്റുകൾ, അതല്ലെങ്കിൽ എന്താണ്? ക്ലീനിങ്ങിലെ സർഫസുകൾ, ആശുപത്രികളൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ലാബുകളിലെ സർഫസുകളൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അണുനാശിനികളിലെ പെസ്റ്റിസൈഡ്സുകളൊക്കെയാണ് കെമിക്കൽ വേസ്റ്റുകൾ. ഇത് പ്ലാസ്റ്റിക് ബാഗിലാണ്, ബ്ലാക്ക് കളർ പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. ഇതെന്ത് ചെയ്യും? കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെ ഡിസിൻഫെക്ട് ചെയ്തിട്ട്, ലിക്വിഡ്സുകളാണെങ്കിൽ എങ്ങനെയാ? ഡ്രെയിൻസിലൊക്കെ ഒഴുക്കിക്കളയും, അഴുക്ക് ചാലിലോ അല്ലെങ്കിൽ ടാങ്കുകളിലോ ഒഴുക്കിക്കളയും. അതല്ല സോളിഡ് വേസ്റ്റുകൾ, ഈ കോട്ടൺസ് അല്ലെ, പിന്നെ ഈ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന എന്താണ്? മോപ്പുകളൊക്കെ ഉണ്ടാവും അല്ലെ, ഉണ്ടാവും. അതൊക്കെ ലാൻഡ് ഫിൽ ചെയ്യുന്നതിനായിട്ട് യൂസ് ചെയ്യുന്നു. കാറ്റഗറി ടേബിൾ ക്ലിയർ ആയില്ലേ? അതിന് ക്വസ്റ്റ്യൻസ് വരാട്ടെ. ഷുവർ ആണ് കേട്ടോ കാറ്റഗറി ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻസ്. എല്ലാ തവണയും കണ്ടിട്ടുണ്ട് കാറ്റഗറി ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻസ്. പിന്നെ പേഴ്സണൽ സേഫ്റ്റി ഡിവൈസസിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണെന്ന്? ഗ്ലൗസ് അല്ലെ, സിമ്പിൾ ആണ്. ഗ്ലൗസ്, ആപ്രോൺസ്, മാസ്കുകള്, ബൂട്ട്സുകള്. It is included in personal safety devices in biomedical waste. Treatment and disposal. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. മിസ് റിപ്പീറ്റ് ചെയ്യണോ? വേണ്ടല്ലോ. ഇൻസിനറേഷന്, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവ് റേഡിയേഷൻ, കെമിക്കൽ മെത്തേഡ്, പ്ലാസ്മ പൈറോളസിസ്. പ്ലാസ്മ പൈറോളസിസ് എന്നാണ് പ്ലാസ്മ എനർജി യൂസ് ചെയ്തിട്ട് എന്താണ്? എയറിന്റെ അഭാവത്തില്, ഓക്സിജന്റെ അഭാവത്തില് ഓക്കെ ചെയ്യുന്നതാണ് പ്ലാസ്മ പൈറോളസിസ്. പ്ലാസ്മ പൈറോളസിസ് നോട്ട് ചെയ്തിട്ട് ചോദിക്കും. പ്ലാസ്മ പൈറോളസിസ്. ഇനർട്ടൈസേഷൻ, 7th പോയിന്റ്, ഇനർട്ടൈസേഷൻ. എന്താണ്? നമ്മുടെ ഇൻസിനറേഷൻ ആഷുകൾ, അതല്ലെങ്കിൽ നമ്മുടെ ഫാർമസിയിലെ മെഡിസിനുകളൊക്കെ പൊടിച്ചിങ്ങാണിട്ട് ആ പൊടികൾ എന്താണ്? സിമെന്റിന്റെ കൂടെ, അതല്ലെങ്കിൽ കുമ്മായത്തിന്റെ കൂടെ, അതല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറിന്റെ ഒക്കെ കൂടെ മിക്സ് ചെയ്ത് കാണിട്ട് ചെയ്യുന്നതാണ് ഇനർട്ടൈസേഷൻ. അതിന്റെ ടോക്സിസിറ്റി, വിഷാംശം കുറയ്ക്കുന്നതാണ് ഇനർട്ടൈസേഷൻ. അത് ചോദിക്കാം. പിന്നെ ഇമേജ് സ്റ്റാൻഡ്സ് ഫോർ. ഇമേജ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? പിന്നെ ഇമേജിൽ ഒരു ദിവസം എത്ര ടൺ ബയോമെഡിക്കൽ വേസ്റ്റുകളാണ് വരുന്നത്? അത് ചോദിക്കാം. അത്രേ ഉള്ളൂ ആ ഇമേജിൽ നിന്ന് കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. എഴുതിയോ ഇമേജിൽ നിന്ന് വരുന്നത്? നോട്ട് ചെയ്തോ? ഇമേജ് സ്റ്റാൻഡ്സ് ഫോർ, അല്ലെങ്കിൽ ഇമേജ് എക്സ്പാൻഡഡ് ഫോം വയ്ക്കാം. അതല്ലെങ്കിൽ ഇമേജ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? പിന്നെന്താണ്? ഒരു ദിവസം ഇമേജിൽ എത്ര ടൺ ബയോമെഡിക്കൽ വേസ്റ്റുകളാണ് വരുന്നത്? അത്രേ ഉള്ളൂ. ബയോമെഡിക്കൽ വേസ്റ്റിന് അത്രേ ഉള്ളൂ ഇമ്പോർട്ടന്റ്. എല്ലാരും നോട്ട് ചെയ്താ? പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ടായി, സോറി. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂള് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് റിലീസ് ചെയ്തത് എന്നാണ്? ഏത് വർഷമാണ്?
ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് 2016. ഓക്കെ ഓക്കെ, അത് കണ്ടിട്ടുണ്ട് കേട്ടോ, ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മിസ് പറഞ്ഞതൊക്കെ ഒന്ന് നോക്കിയേ. ബയോമെഡിക്കൽ വേസ്റ്റ് മിസ്സായിട്ടൊന്നുമില്ലല്ലോ ഒന്നും. ലാസ്റ്റ് ക്വസ്റ്റ്യന് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ റിലീസ്ഡ് എന്നാണ്? വിച്ച് ഇയർ? ഏത് വർഷമാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ റിലീസ് ചെയ്തത്? 2016. ഓക്കെ, അതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ICU പറഞ്ഞിട്ടുണ്ടായില്ലേ? ICU പറഞ്ഞിട്ടുണ്ടായില്ലേ? ഓക്കെ, ICU എടുത്തോട്ടാ. ICUല് രണ്ടാമത്തെ who are cared for in the ICU. ICUല് ഏതൊക്കെ തരം ആളുകൾക്കാണ് ഹെൽത്ത് കെയർ ഇത് കൊടുക്കുന്നത്, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? സെവർ ബേൺസ് അല്ലെ, കഠിനമായ പൊള്ളല്, റെസ്പിറേറ്ററി ഫെയിലിയർ, ശ്വസനാവസ്ഥയില് ബുദ്ധിമുട്ടുകള്, കാർഡിയോതൊറാസിസ് സർജറികൾ കഴിഞ്ഞ ഓപ്പൺ സർജറി, വാൾവിനുള്ള സർജറീസ്, അങ്ങനെയുള്ള സർജറീസ് കഴിഞ്ഞത് കോംപ്ലക്സ് സ്പൈനൽ സർജറീസ് അല്ലെ, തൊണ്ടയിലുള്ള സ്പൈനലിന് എന്തെങ്കിലും സർജറീസ് കഴിഞ്ഞിട്ടുള്ള മേജർ ട്രോമ, വലിയ ആഘാതങ്ങൾ സംഭവിച്ചത്, ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, പിന്നെ സെപ്സിസ്, അണുബാധ മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്ലെ, വയറിലോ അതല്ല നമ്മുടെ ബ്ലഡിലോ എന്തെങ്കിലും ഇൻഫെക്ഷൻ മൂലമുണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ള പേഷ്യൻസിനെ, പിന്നെ കാർഡിയാക് അറസ്റ്റ്, അറ്റാക്ക് ഒക്കെ വന്നിട്ടുള്ള ഹൃദയാഘാതമൊക്കെ വന്നിട്ടുള്ള പേഷ്യൻസിനൊക്കെയാണ് ICUയിൽ അഡ്മിറ്റ് ആക്കുന്നത്. ചോദിക്കാം. ഇതിന് ക്വസ്റ്റ്യൻ വരാട്ടാ. Which type of patients are admitted in neuro-intensive care unit? അതല്ലെങ്കിൽ heart related patients are admitted in which ICU? നമുക്ക് ചോദിച്ചാൽ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാട്ടാ. കോമൺ ടൈപ്സ് ഓഫ് ICU എന്ന് എനിക്ക് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവൂലേ? Cancer related patients are admitted in which ICU? അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കാം. അതൊക്കെ കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും, അതൊക്കെ സിമ്പിൾ ആണ് അല്ലേ? പിന്നെ എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലില്? ഏത് യൂണിറ്റിലാണ് നമുക്ക് സ്പെഷ്യലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുടെ ട്രീറ്റ്മെന്റ് കിട്ടുന്നത്? ഏത് യൂണിറ്റിലാണ്? തീവ്ര വിദഗ്ധരുടെ സേവനം ലഭ്യമാകുന്നത് ക്ലോസ്ഡ് യൂണിറ്റിൽ അല്ലേ? അത് ചോദിക്കാം, അത് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടാ. അത് അടയാളപ്പെടുത്തിക്കോ. നെക്സ്റ്റ് ഫസ്റ്റ് മുതൽ ഒന്ന് പറയണോ? ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് യൂണിറ്റ് ഈസ് എ ഹോസ്പിറ്റലില്
ഒരു യൂണിറ്റ് ആണ്. അതിൽ എങ്ങനെയുള്ള പേഷ്യൻസിനാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള ക്രിട്ടിക്കലി എന്തെങ്കിലും അസുഖങ്ങളോ ഇഞ്ചറീസോ ഒക്കെ പറ്റിയ പേഷ്യൻസിനെ അവർക്ക് എങ്ങനെയാണ് വിച്ച് ഓപ്പറേറ്റഡ് ബൈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം പോരെ? ചാപ്റ്റർ മുഴുവൻ എടുക്കണോ? അതിനുള്ള ടൈം ഇല്ല നമ്മൾ. കോമൺ ടൈപ്പ് ഓഫ് ICU ഇത് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ ഓങ്കോളജി, കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റിലെ ഏത് തരം പേഷ്യൻസിനെയാണ് അഡ്മിറ്റ് ആക്കുന്നത്, അല്ലെങ്കിൽ കാർഡിയാക് പേഷ്യൻസിനെ ഏത് ICUവിലാണ് അഡ്മിറ്റ് ആക്കുന്നത് ചോദിക്കാം. എന്നാലും തിരിച്ചു മറിച്ചും ചോദിക്കാം. അല്ലെങ്കിൽ കാർഡിയാക് തൊറാസിക് സർജറി കഴിഞ്ഞ പേഷ്യൻസിനെ ഏത് ICUവിലാണ് അഡ്മിറ്റ് ആക്കുന്നത്. പിന്നെ ക്ലോസ്ഡ് യൂണിറ്റ് എന്താണ്? ക്ലോസ്ഡ് യൂണിറ്റിൽ ദ ഡയറക്ടർ ആൻഡ് ഓർ അസോസിയേറ്റ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ ഓൾ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ്. ഇത് ആരാണ്? ഈ ഡയറക്ടർക്കോ അതല്ലെങ്കിൽ അവിടെയുള്ള അസോസിയേറ്റഡ് ഉള്ള ആളുകൾക്കാണ് ഓപ്പൺ ക്ലോസ്ഡ് യൂണിറ്റിലെ അഡ്മിഷൻ ആക്കാനും അവിടെ അഡ്മിറ്റ് ചെയ്യാനും അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനുള്ള ഡ്യൂട്ടി. Once the patient is admitted, a unit team takes cases by collaborating with admitting team for efficient patient care. എന്താണ് ഒരു പേഷ്യന്റിനെ ക്ലോസ്ഡ് യൂണിറ്റിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലാ ടീമുകളും ആ യൂണിറ്റിലുള്ള എല്ലാ ടീമുകളും കൂടി കൊളാബറേറ്റ് ചെയ്ത് സഹകരിച്ചിട്ട് എന്താണ് ആ പേഷ്യൻസിന് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ്, എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യക്ഷമമായ ഒരു പേഷ്യന്റ് കെയർ, രോഗി പരിചരണം ലഭ്യമാക്കുന്നു. എന്താണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ ICUവിലുള്ള ഡോക്ടേഴ്സ് മാത്രം മതിയോ ആ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട്? മതിയോ? പോരാ അല്ലെ? അവിടെയുള്ള എക്യുപ്മെന്റ്സുകളുടെ സേവനം വേണല്ലേ, നഴ്സുമാരുടെ സേവനം വേണല്ലേ. പിന്നെ എന്താണ് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യണമെങ്കിൽ അതിന്റെയൊക്കെ ഇപ്പൊ ലാബിൽ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യണം, അല്ലെങ്കിൽ എക്സ്റേ എടുക്കണം, അല്ലെങ്കിൽ സ്കാനിങ് ചെയ്യണം, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ എന്താണ് എല്ലാ യൂണിറ്റ്സിന്റെയും ഏകോപനം വേണ്ടേ? വേണോ? വേണം. അപ്പൊ എന്താണ് ഒരു പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ യൂണിറ്റ് ടീമും കൂടി കൊളാബറേറ്റ് ചെയ്ത് കാണട്ടെ, ഏകോപിപ്പിച്ച് നാട്ട് ആ പേഷ്യൻസിന് എഫിഷ്യന്റ് ആയ രീതിയിലുള്ള കാര്യക്ഷമമായ ഒരു രോഗി പരിചരണം നൽകുന്നു. ക്ലോസ്ഡ് യൂണിറ്റ്സ് മേ ബി ഹെൽപ്ഫുൾ ഫോർ ദ ഫോളോയിങ് റീസൺസ്. എന്താണ് ക്ലോസ്ഡ് യൂണിറ്റ് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്, സഹായകമായിട്ടുള്ളത്? മോർ ടൈംലി പേഷ്യൻസ് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇനീഷ്യേഷൻ. എന്താണ് പേഷ്യൻസിന് ഇവാലുവേഷൻ വിലയിരുത്താനും പേഷ്യന്റിനുള്ള ട്രീറ്റ്മെന്റ് ചികിത്സ കൊടുക്കുന്നതിനായിട്ട് ഒരുപാട് ടൈമിൽ അവർ പെട്ടെന്ന് തന്നെ അവർക്കുള്ള ട്രീറ്റ്മെന്റുകളും ഇവാലുവേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ നിരീക്ഷിക്കുന്നു, അവരെ ഒബ്സർവ് ചെയ്യുന്നു. ഇന്റൻസീവ് സ്റ്റാർ സ്പെഷ്യലി സ്കിൽഡ് ഓർ ട്രീറ്റിംഗ് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്. ക്ലോസ്ഡ് യൂണിറ്റില് എന്താണ് തീവ്ര വിദഗ്ധരോ അല്ലെങ്കിൽ സ്പെഷ്യലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഈ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത്, ചികിത്സിക്കുന്നത്. ക്ലിയർ ആയ? ക്ലോസ്ഡ് യൂണിറ്റ് അതല്ലേ പറയാൻ പറഞ്ഞത് നവ്യ? ഓക്കെ. പിന്നെ who is the registrar in ICU? എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് മിസ് തന്നില്ലേ? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ 8 എണ്ണം ഉള്ളൂ. അത്രേ ഉള്ളൂ. Who is registrar in ICU? Senior resident അല്ലേ? പിന്നെ ICU അഡ്മിഷൻ ക്രൈറ്റീരിയ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ICUവിൽ അഡ്മിഷൻ ചെയ്യുന്നത്? പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചല്ലേ. കൂടുതൽ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസിനൊക്കെ ആയിരിക്കും, കൂടുതൽ അസുഖങ്ങൾ തീവ്രതയുള്ള പേഷ്യൻസിനായിരിക്കും അഡ്മിറ്റ് ചെയ്യുന്നത്. പിന്നെന്താണ് ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസിന്റെ ആവശ്യമുണ്ടെങ്കിൽ എന്താണ് വെന്റിലേറ്ററിന്റെ അല്ലെ അങ്ങനെയുള്ള ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസിന്റെ നീഡ് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ, പിന്നെ ഡയഗ്നോസിസ് ചെയ്യുന്നത് എന്തെങ്കിലും രോഗനിർണയം ICUവിലേക്ക് എടുത്തി എന്തെങ്കിലും രോഗനിർണയം നടത്തുന്ന അല്ലെങ്കിൽ പ്രോഗ്നോസിസ് ചെയ്യാൻ ഡോക്ടർമാരെ ചെക്കപ്പ് ചെയ്തിട്ട്
എന്തെങ്കിലും രോഗം പ്രോഗ്നോസിസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ, പിന്നെ എന്താണ് ICUവിൽ നിന്നുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സുകളുടെ അല്ലെങ്കിൽ അവിടെയുള്ള എന്തെങ്കിലും ഫെസിലിറ്റിന്റെ സൗകര്യങ്ങൾ ഇവർക്ക് ആവശ്യമായിട്ട് വേണ്ടി വന്നു കഴിഞ്ഞാല് ബെഡ് അവൈലബിലിറ്റി എന്താണ്, അവിടെ ICUവിലെ ബെഡ് ഉണ്ടെങ്കിൽ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ അല്ലെ ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യും, ICUവില് അഡ്മിറ്റ് ആക്കുന്നു. പിന്നെ അടയാളപ്പെടുത്തിയിട്ട് വന്നേ നോക്കട്ടെ. ഒരു നിമിഷം. പിന്നെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഷുഡ് എൻഷുർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതില്ലേ, അതുണ്ട് കേട്ടാ, ഇമ്പോർട്ടന്റ്. എന്താണ്, പേഷ്യൻസിന് സൂട്ടബിൾ ആയിട്ടല്ല അല്ലെ, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലല്ലാണ്ട് പേഷ്യന്റിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഒരുക്കി കൊടുക്കുക. പിന്നെ എന്താണ്, ICUവിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ റിസോഴ്സുകൾ, എക്യുപ്മെന്റുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും റിസോഴ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ലഭ്യമാക്കി കൊടുക്കുക. പിന്നെ എന്ത്, ആംബിൾ അവർക്ക് ICUവിലെ പ്രവർത്തനത്തിന് ആവശ്യമായ മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീമിനെ അവർക്ക് അവിടെ ഡ്യൂട്ടിയിൽ ഇടുക അല്ലെ. എന്താണ്, ഡോക്ടേഴ്സിന്റെ ആവശ്യത്തിന് ഡോക്ടേഴ്സ് വേണമല്ലോ ICUവിൽ, അതേപോലെ നഴ്സുമാരെ വേണം. അപ്പൊ അതൊക്കെ നല്ല രീതിയിലാക്കി കൊടുക്കുക. പേഷ്യൻസിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കെയർ, ദാറ്റ് ഇൻക്ലൂഡ് പ്രോപ്പർ റെഫറൽ സിസ്റ്റം. അവർക്ക് എന്തെങ്കിലും റെഫറൽ വേണമെങ്കിൽ സ്പെഷ്യലൈസ്ഡ് എന്തെങ്കിലും ഡോക്ടേഴ്സിന്റെ സേവനങ്ങളോ അതല്ലെങ്കിൽ വല്ല ഹോസ്പിറ്റലുകളിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കി കൊടുക്കുക. പിന്നെ എൻഷുർ ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാം, നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഉള്ള പ്രോഗ്രാമുകൾ, എന്താണ്, ഡോക്ടറുടെ സേവനം, നഴ്സുമാരുടെ സേവനം, അവിടെ നിന്ന് ലഭിക്കുന്ന എക്യുപ്മെന്റുകളുടെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ടെസ്റ്റുകളുടെ ഫെസിലിറ്റീസ് ഒക്കെ എന്താണ്, ക്വാളിറ്റി ഉള്ള രീതിയിൽ അവർക്ക് ഉറപ്പാക്കുക. പ്രോപ്പർ പോളിസി ഫോർ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്, എന്താണ്, അഡ്മിഷൻ ചെയ്യുന്നതിനും ഡിസ്ചാർജ് ചെയ്യുന്നതിനും പോളിസികൾ അല്ലെ, പ്രോപ്പർ ആയിട്ടുള്ള ശരിയായ രീതിയിലുള്ള നയങ്ങള് പാലിക്കുക. അതുണ്ട് കേട്ടാ. അത്രയുള്ള ICU ഒരു ചെറിയ ചാപ്റ്റർ ആണല്ലോ. അടയാളപ്പെടുത്തി എല്ലാവരും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് മനുഷ്യ ടീച്ചർ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് തന്നെയായിരിക്കും കേട്ടോ. അപ്പൊ സബ്ഡിവേഷൻ അല്ലേ മിസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, മെഡിക്കൽ ടെർമിനോളജിയിലാണ്. അപ്പൊ അത് എടുക്കൂട്ടെ മിസ് നെക്സ്റ്റ് നാളെ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.